വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായി നമ്മളൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അത് പല തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മുടെ പ്രോഗ്രസ് ട്രേഡിംഗ് യൂട്യൂബ് ചാനലിൽ കണ്ടിന്യൂസ്ലി നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് തീരുമാനങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഐ ആം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. ഓക്കെ, നമ്മുടെ ചാനലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഉള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഓരോ ട്രേഡ് ചെയ്യുമ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഡെമോയ്ക്കകത്ത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ഇപ്പൊ പ്രോഗ്രസ് ട്രേഡർ പറഞ്ഞു അതിൽ നിന്ന് പുതിയ ഒരു ഷുവർ ഷോട്ടിന്റെ ഒരു പാറ്റേൺ ഒരു പുതിയ വീഡിയോ ഇറക്കി, അതുകൊണ്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്തു, അതുകൊണ്ട് പുതിയ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ റിയൽ ഫണ്ട് ഇട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ട്രേഡ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതായത് അവൻ ട്രേഡ് ചെയ്യുന്ന ആരാണോ അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം വേണം. ആ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരാണ്, ട്രേഡ് ചെയ്യുന്നവരാണ് എടുക്കുന്നത്, അല്ലാതെ ഒരു യൂട്യൂബർ അല്ല. അപ്പൊ യൂട്യൂബർ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ട്രേഡിങ്ങിന്റെ കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മൾ ഒരു വീഡിയോസ് ആക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ തീരുമാനം എടുക്കണം. അതായത് ട്രേഡിങ്ങിനകത്ത് ഒത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. അതായത് ചുമ്മാ ഒന്നും ട്രേഡിംഗ് ഒന്നും ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ശരിക്കും റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പ്രത്യേകിച്ച് ബൈനറിക്കകത്ത്. അപ്പൊ ബൈനറിക്കകത്ത് ട്രേഡിംഗ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ അതേപോലത്തെ ഒത്തിരി റിസ്ക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോസ് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാറുന്നത്. പിന്നെ നമ്മളുടെ കുറച്ച് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന കുറച്ച് നമ്മളുടെ നല്ല ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ കുറച്ച് നാളുകൊണ്ട് എന്നോട് പറയുന്നത് എന്താണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്, ഇറക്കാത്തത് എന്താണ്, അതുപോലെ സാറിന്റെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് നിരന്തരമായിട്ടും ഇങ്ങനെ നമ്മളെ ടെലിഗ്രാമിൽ മെസ്സേജ് വരുന്നു. സോ അത് കാരണം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുതല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ അത് കാരണം എന്ന് വെച്ചാൽ പറയുന്നത് ഒരിക്കലും ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഞാനിത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതും മറ്റും കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അതായത് സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറിയെ പറ്റി ആദ്യം പഠിക്കുക. ബൈനറി ചുമ്മാതെ നമ്മൾ എന്താ പറയുക കളർ കോഡ് പാറ്റേണിനകത്തിട്ട് കളിക്കുന്ന ഒരു ഗെയിം അല്ല ഒരിക്കലും ബൈനറി. അത് ട്രേഡിംഗ് പഠിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, പഠിക്കാത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോസ് ആകത്തേ ഉള്ളൂ, 100% ലോസ് ആകത്തേ ഉള്ളൂ. അത് മാത്രമല്ല ഇമോഷണൽ ആകും. പിന്നെ ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതാകുമ്പോഴത്തേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഫണ്ട് നമ്മൾ ട്രേഡ് എടുത്തു. അപ്പൊ നമ്മൾ ലോസിലേക്കേ പോകത്തുള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, പ്രവർത്തിക്കുക. ഓക്കെ, അതിനുശേഷം മാത്രം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതായത് പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രാക്ടീസ് എന്ന് വെച്ചാൽ മെയിൻ ഒരു ഘടകമാണ്. പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ നമ്മളുടെ എന്താ പറയാ നമ്മളിപ്പോ ബൈനറിക്കകത്ത് ട്രേഡിങ് ചെയ്യുമ്പോൾ ബൈനറിക്കകത്ത് എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ഇപ്പൊ ഒരു എന്താ പറയാ ഇപ്പൊ നമ്മൾ ക്യോടെക്സിന്റെ ഒരു ചാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ക്യോടെക്സിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഒരു മെയിൻ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതുണ്ട്. ഇപ്പൊ നമ്മളുടെ ഈ ചാർട്ടിനകത്ത് കണ്ട സംഭവം വരുന്നത് കൂടുതലും കണ്ടോ ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺസ്. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ അത് ജസ്റ്റ് ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇറക്കാൻ പോകും. അതായത് ഒരു 10-20 മിനിറ്റ് നീളമുള്ള ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇപ്പൊ ഇറക്കുന്നത്. അതായത് ഗ്യാപ്പപ്പിൽ നമ്മൾക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം, ഗ്യാപ്പപ്പിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് ഗ്യാപ്പപ്പ് ഉണ്ടാകാം, ഗ്യാപ്പ് ഡൗണും ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ആ ഗ്യാപ്പപ്പും ഗ്യാപ്പ് ഡൗണും നമുക്ക് എങ്ങനെ മനസ്സിലാക്കി ട്രേഡ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയാ നമ്മളിപ്പോ ഒരു അസറ്റ് നമ്മളിപ്പോ ഒരു അസറ്റ് നമ്മൾ കണ്ടെത്തി. ഇപ്പൊ നമ്മൾ എന്താ പറയാ നമ്മളിപ്പം USD/ARS എന്നുള്ള ഒരു ചാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് മൊത്തത്തിലും ഗ്യാപ്പപ്പും ഗ്യാപ്പ് ഡൗണും മാത്രമേ ഉള്ളൂ. കണ്ടോ, ഗ്യാപ്പപ്പും ഗ്യാപ്പ് ഡൗണും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഗ്യാപ്പപ്പും ഗ്യാപ്പ് ഡൗണും വരുമ്പോഴത്തേക്കും നമ്മളിപ്പം കുറെ ആൾക്കാർക്ക് എന്താ പറയാ എൻ്റെ അടുത്ത് പല ആൾക്കാരും നമ്മുടെ ഇതിനകത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ഗ്യാപ്പപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ക്യാൻഡിൽ തിരിച്ച് ഡൗൺ ഡയറക്ഷനിലേക്ക് ഗ്യാപ്പ് ഡൗൺ വരുവാണെന്നുണ്ടെങ്കിൽ ക്യാൻഡില് തിരിച്ച് വീണ്ടും കയറാൻ ചാൻസസ് ഇല്ലേ? അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് വരുമ്പോഴത്തേക്കും വീണ്ടും മാർക്കറ്റിന്റെ ട്രെൻഡ് ചേഞ്ച് ആയിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങാൻ ചാൻസസ് ഇല്ല എന്നൊക്കെ പറയുന്ന കുറെ പേര് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനൊന്നും അല്ല ഒരിക്കലും. അതായത് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഉണ്ടാകുന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത്
ഇപ്പം ഞാൻ പറഞ്ഞുതരാം, OTC മാർക്കറ്റിനകത്താണ് ഈ 80%, അതായത് OTC എന്ന് വെച്ചാൽ എന്താണ് സംഭവം? OTC മാർക്കറ്റാണ് ഇപ്പൊ ഈ കാണുന്നതെല്ലാം കണ്ടോ, OTC മാർക്കറ്റ് നടക്കുന്നുണ്ട്, OTC USD BDT OTC. അപ്പൊ അങ്ങനെയുള്ള ഈ OTC മാർക്കറ്റിനകത്താണ് കൂടുതലും ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും വരുന്നത്. അതായത് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സിന്റെയും ബയേഴ്സിന്റെയും പ്രഷർ കൊണ്ടാണ്. അതായത് സെല്ലേഴ്സ് സൈഡിൽ ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ഡയറക്ഷനിലേക്ക് പോവുകയാണ്, മാർക്കറ്റ് ഡൗൺ ഡയറക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ആ സെല്ലേഴ്സിന്റെ പ്രഷർ കൊണ്ട് ഡൗണിലേക്ക് വീണ്ടും ഗ്യാപ്പ് ഡൗൺ വരാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ബയേഴ്സ് എന്തായിരിക്കും, ബയേഴ്സ് നല്ല പവർഫുള്ളി നിൽക്കുന്ന ടൈമിൽ മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് പ്രഷർ ചെയ്യാൻ ഒത്തിരി ചാൻസസ് ഉണ്ട്. സോ അപ്പൊ അത് കാരണം നമ്മൾ ഈ പ്രഷർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രഷർ മനസ്സിലാക്കിയിട്ട് വേണം തന്നെ നമ്മൾ മാക്സിമം. ഇപ്പൊ തന്നെ കണ്ടോ നോക്കിയത്, ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പായി നോക്കൂ, ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പായി, അതായത് ഇതുണ്ടോ ഈ ഒരു ഗ്യാപ്പ്, ഇതിന്റെ ഒരു ഗ്യാപ്പ് അപ്പാണ് കണ്ടോണേ. ഈ ഒരു ഗ്യാപ്പ് അപ്പിൽ അടുത്ത നമ്മൾ വിചാരിക്കും ഓക്കെ ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും നമുക്ക് തിരിച്ച് ക്യാൻഡിൽ വീണ്ടും തിരിച്ചിറങ്ങും എന്നുള്ളൊരു നമ്മൾ കരുതും. പക്ഷെ ഒരിക്കലും ഇല്ല. അതായത് നമ്മൾ കരുതുന്നത് എന്തായിരിക്കും, ഓക്കെ ഇത് ഗ്യാപ്പ് അപ്പിലായി സംഭവം, ഇത് ഗ്യാപ്പ് അപ്പായി, ഇവിടുന്ന് ഗ്യാപ്പ് അപ്പായി ഇവിടെ ഇത് ക്ലോസ് ആയിട്ട് വീണ്ടും തിരിച്ച് മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് നമ്മൾ വിചാരിക്കും ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും, ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് എങ്ങനെ വരും, തിരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുമെന്ന് വരുന്നു. പക്ഷെ ഒരിക്കലും ഇല്ല. അതായത് ഒരിക്കലും കണ്ടോ നോക്കിയേ, മാർക്കറ്റ് എങ്ങോട്ടാണ് പോയത്, മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് തന്നെയല്ലേ പോയത്. ആ അപ്പിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബയേഴ്സിന്റെ പ്രഷർ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതായത് കണ്ടോ ഇത്ര നേരം മാർക്കറ്റ് നോക്കിയേ, ബയേഴ്സ് ട്രാവൽ ചെയ്തിട്ട് അവിടെ മാർക്കറ്റ് അവിടെ നല്ലൊരു പ്രൈസ് റേഞ്ച് വരെ മാർക്കറ്റ് എത്തിയതിനു ശേഷം വീണ്ടും മാർക്കറ്റ് അവിടെ എന്ത് ചെയ്തു, അവിടെ ഒരു റെഡ് ക്യാൻഡിൽ റീട്രേസ്മെന്റ് ചെയ്ത് മാക്സിമം ക്യാൻഡിൽ പുൾ ബാക്ക് ചെയ്തിട്ടുണ്ടോ, മാക്സിമം പുൾ ബാക്ക് ചെയ്ത് അവിടെ മാർക്കറ്റ് റിജക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് റെഡ് ക്യാൻഡിൽ ഫോം ആയത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടൈമിൽ മാർക്കറ്റ് വീണ്ടും ആ ഒരു ഏരിയ മാർക്കറ്റ് കവർ ചെയ്യും. മാർക്കറ്റ് കവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മാർക്കറ്റ് കവർ ചെയ്തേ പറ്റൂ. അതായത് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവണം, അങ്ങനെ നിയമമൊന്നുമില്ല. അതായത് ഇപ്പൊ 5 നിമിഷത്തിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ 5 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര, 5 മിനിറ്റിൽ നമുക്ക് എത്ര ക്യാൻഡിൽസ് വേണമെങ്കിലും ഫോം ആവും. 5 മിനിറ്റിൽ നമുക്ക് 1 മിനിറ്റിലേക്ക് നമ്മളത് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ 5 ക്യാൻഡിൽ ഫോം ആവും, മനസ്സിലായി. അതുപോലെ തന്നെ 10 മിനിറ്റിനാകുമ്പോഴത്തേക്കും അവിടെ 10 ക്യാൻഡിൽ ഫോം ആവും. ഈ 10 മിനിറ്റ് എന്നുള്ള ക്യാൻഡിലിനെ നമ്മൾ 1 മിനിറ്റിലും നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ 10 ക്യാൻഡിൽസ് ഫോം ആവും. ആ 10 ക്യാൻഡിൽസ് ഫോം ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് ബേസ് ആണ്, മനസ്സിലായി. അപ്പൊ ആ ട്രെൻഡ് ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിനകത്ത് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാൻ ഗ്യാപ്പ് അപ്പും മെയിൻ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, വെയിറ്റ് ചെയ്യൂ. ഇപ്പൊ കണ്ടോ, നമ്മൾ ശ്രദ്ധിക്കുക, ഇതുണ്ടോ, അതായത് മാർക്കറ്റ് ഇവിടുന്ന് എങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോസ് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ കുറെ പ്രാവശ്യം എന്താ പറയാ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഒരു പ്രാവശ്യം ഒരു വീഡിയോ കണ്ടെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലാകത്തില്ല. അതും മാക്സിമം വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ പ്രോഗ്രസ് സ്റ്റഡിയിൽ നിന്ന് ഒരു വീഡിയോ വന്നു, ഓക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നാളെ എനിക്ക് ലൈവ് അക്കൗണ്ടിനകത്ത് ഒരു $10 അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ബേസിൽ ഒരു $20 അല്ലെങ്കിൽ $50 നമുക്ക് ഏൺ ചെയ്യാന്നുള്ള ആ ഒരു പൊട്ടത്തരം ആദ്യം നിങ്ങൾ മനസ്സിൽ നിന്ന് കളയുക. വീഡിയോ കണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. വീഡിയോ കണ്ട് കാര്യം മനസ്സിലാക്കാതെ ഡെമോക്കകത്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലൈവ് അക്കൗണ്ടിനകത്ത് ട്രേഡ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% ലോസിലേക്ക് പറ്റുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ 100% വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നതിനകത്ത് 80% കറക്റ്റ് കാര്യങ്ങൾ മാത്രമായിരിക്കും. ഈ 80% കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ മാർക്കറ്റിനകത്ത് മാർക്കറ്റ് അപ്പ് ഡയറക്ഷനിലേക്ക് പോവാണ്. മാർക്കറ്റിനകത്ത് അപ്പ് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു പ്രഷർ ക്യാൻഡിൽ ഫോം ആയി. അതായത് പ്രഷർ ക്യാൻഡിൽ ഫോം ആവുന്ന എന്താണ് സംഭവം? പ്രഷർ ക്യാൻഡിൽ ഇതിപ്പോ ഒരു പ്രീവിയസ് സപ്പോർട്ട് ലെവലാണെന്ന് പറയാം. ഇതൊരു പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവലാണ്. ഈ പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവലിനകത്ത് ഇവിടെ ഇതൊരു ടാർഗറ്റ് ആണ്. എന്താണ്? ഇതൊരു ടാർഗറ്റ് ആണ്. ഇതൊരു ടാർഗറ്റ് ആണ്. ഈ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ടാർഗറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ അപ്പ് ഡയറക്ഷനിലേക്കുള്ള അപ്പ് മൂവ്മെന്റ് ആണ്. അതായത് ഈ ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യണം. ഇവിടെ നിന്നായിരിക്കും മാർക്കറ്റ് റിവേഴ്സൽ വരിക, അതായത് റിട്ടേൺ വരിക. ഇതിപ്പോ ഇത്ര നമ്മളൊന്നും കണ്ടില്ല. ഇത്ര നേരം നമ്മൾ എന്ത് കണ്ടത്? ഇത്രയും നേരം നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് ഡയറക്ഷനിലേക്കുള്ള ഒരു എന്താ പറയുക ഒരു മൊമെന്റം ആണ്. അതായത് 3 ക്യാൻഡിലിന് ഇപ്പൊ ഗ്രീൻ ക്യാൻഡിൽ 3 ക്യാൻഡിലിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മൊമെന്റം എന്ന് പറയും. 2 ക്യാൻഡിലായിട്ട് വീണ്ടും റെഡ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ അതൊരിക്കലും മൊമെന്റം ആകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കുണ്ട്.
അപ്പൊ മാക്സിമം നമ്മൾ ഈ തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഒഴിവാക്കുക. കാരണം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. സോ അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇപ്പൊ കണ്ടോ സംഭവം, ഇവിടുന്ന് മാർക്കറ്റ് ഇവിടുന്ന് ട്രാവൽ ചെയ്യണം, പെട്ടെന്ന് ഇവിടുന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ചെയ്തു. എന്താണ് സംഭവിക്കുക? ഗ്യാപ്പ് അപ്പ് ചെയ്തു. ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ട് ഇവിടെ ക്യാൻഡിൽ ഫോം ആയി. ഗ്യാപ്പ് അപ്പ് ചെയ്തു, ക്യാൻഡിൽ ഫോം ആയി. അപ്പൊ എന്ത് കരുതും? ബിഗിനേഴ്സ് എല്ലാം കരുതുന്നത് എന്താണ്? ബിഗിനേഴ്സ് കരുതുന്നത് എന്തായിരിക്കും? ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടുന്ന് ഫോം ആയിട്ട് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയി, ഇത് ഈ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യും. ഇത് വെറും പൊട്ടത്തരമാണ്, ശുദ്ധമായ പൊട്ടത്തരമാണ്. അപ്പൊ നിങ്ങൾക്ക് പല യൂട്യൂബേഴ്സും പല വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമായിരിക്കും. ഇങ്ങനെ ചെയ്യും, ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി എന്താ പറയാ, മാർക്കറ്റിനകത്ത് ആ ക്യാൻഡിൽ റിട്ടേൺ വരും. സംഭവം ശരിയാണ്, ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യും. പക്ഷേ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ടാർഗറ്റ് അച്ചീവ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു ടാർഗറ്റ് ഉണ്ടോ, ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വിചാരിച്ചാൽ ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യും. ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യും. മാർക്കറ്റ് പക്ഷേ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ മാർക്കറ്റ് ഒരിക്കലും പോകത്തില്ല. പക്ഷെ ഗ്യാപ്പ് അപ്പ് മൂലം സംഭവിക്കുന്നത് എന്താണ്? ഗ്യാപ്പ് അപ്പ് മൂലം സംഭവിക്കുന്നത് വെച്ചാൽ മാർക്കറ്റിനകത്ത് സംഭവിക്കാം, വീണ്ടും നമുക്ക് സംഭവിക്കാം. എന്ത് സംഭവിക്കാം? വീണ്ടും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ആകും. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഇവിടുന്ന് ഓപ്പൺ ആകും മാർക്കറ്റ്. ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും എന്താ പറയും, ഇവിടുന്ന് വീണ്ടും ഓപ്പൺ ആയി ക്യാൻഡിൽ ഫോം ആയിട്ട് വീണ്ടും ഗ്യാപ്പ് അപ്പ് ആവും. വീണ്ടും ഗ്യാപ്പ് അപ്പ് ആയിട്ട് വീണ്ടും ഫോം ആകുമ്പോഴത്തേക്കും ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്ത് ബ്രേക്ക് ഔട്ടും ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? അതായത് ടാർഗറ്റും മാർക്കറ്റ് അച്ചീവ് ചെയ്തു, ബ്രേക്ക് ഔട്ടും ചെയ്തു. ഓൾമോസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും ഗ്യാപ്പ് അപ്പാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഗ്യാപ്പ് അപ്പിനകത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ഈ ഗ്യാപ്പ് അപ്പിനകത്ത് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ വീഡിയോസ് നമ്മൾ ഇനി നമുക്ക് ക്രാഷ് കോഴ്സിന്റെ മെയിൻ പോയിന്റ്സ് എല്ലാം നമ്മൾ പെയ്ഡ് കോഴ്സ് ആയിരിക്കും, നമ്മളത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ക്രാഷ് കോഴ്സിനകത്ത് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കാര്യത്തിലേക്ക് കിടക്കാം, ഇത് മനസ്സിലാക്കിക്കോളൂ. അപ്പൊ ഈ ഗ്യാപ്പ് അപ്പിനകത്ത് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം? ഇപ്പൊ ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവും. ഇവിടെ റെഡ് ക്യാൻഡിൽ ഫോം ആവും. ഈ റെഡ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു റിവേഴ്സലാന്ന് നമ്മൾ കരുതാൻ പാടില്ല. ഇപ്പം ഈ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ട് ഇവിടെ ക്ലോസ് ആയി. അതായത് മാർക്കറ്റിന്റെ ഗ്യാപ്പ് അപ്പിന്റെ എവിടെയാണ് സംഭവം? മാർക്കറ്റിന്റെ ഗ്യാപ്പ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ ഗ്യാപ്പ് അപ്പിൽ ഇവിടെ ഒന്ന് മാർക്കറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ടാർഗറ്റ് അല്ല. ഇതുണ്ടോ? ഈ ഗ്യാപ്പ് അപ്പ് ക്ലോസ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഈ ഗ്യാപ്പിന്റെ ടോപ്പ് സൈഡ് എന്താണ്? ഈ ഗ്യാപ്പിന്റെ ടോപ്പ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞുതരാം. ഈ ഗ്യാപ്പിന്റെ ടോപ്പ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്യാപ്പിന്റെ ടോപ്പ് സൈഡ് റെസിസ്റ്റൻസ്, നമ്മളതിനെ ആർന്നിടുന്നു. എന്തിടുന്നു? ഇവിടെ നമ്മളതിനെ ആർന്നിടുന്നു. ഈ ഗ്യാപ്പിന്റെ താഴ്വശം ഏതാണ്? ഈ ഗ്യാപ്പിന്റെ താഴ്വശം എന്താണ്? ഈ ഗ്യാപ്പിന്റെ താഴ്വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഗ്യാപ്പിന്റെ താഴ്വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഗ്യാപ്പിന്റെ താഴ്വശം എന്താണ്? ഈ ഗ്യാപ്പിന്റെ താഴ്വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഈ ഗ്യാപ്പിന്റെ താഴ്വശം എന്താണ്? അതിനെ നമ്മൾ എന്ത് പറയും? എന്താണ്? സപ്പോർട്ട്. അതിനെ നമ്മൾ യെസ് എന്ന് ഇടുന്നു. അപ്പൊ ഈ ഗ്യാപ്പിന്റെ ടോപ്പ് വശം റെസിസ്റ്റൻസും ഗ്യാപ്പിന്റെ താഴ്വശം സപ്പോർട്ടുമാണ്. അപ്പൊ എന്താ ഈ സംഭവം? ഇവിടെ നമ്മുടെ ടാർഗറ്റ് ഏതാണ്? ഇതല്ലേ നമ്മുടെ ടാർഗറ്റ്. ഇതായ സ്ഥിതിക്ക് എന്താണ് നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇത് ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു ടാർഗറ്റ് ആണ് ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും. അപ്പൊ ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും മാർക്കറ്റിനകത്ത് ക്യാൻഡിലിന്റെ മെയിൻ ഒരു ടാർഗറ്റ് ആണ്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വരും. പക്ഷെ അത് വരുമെന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മെയിൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യൂ. അതായത് നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ ടാർഗറ്റിന്റെ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ആവുകയാണ്. ഇവിടെ ഫോം ആയിട്ട് അടുത്ത ടാർഗറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏതാണ് സംഭവിക്കുക? അടുത്ത ടാർഗറ്റ് ഇതെന്തായി? ടോപ്പിലത്തെ സൈഡ് എന്തായി? ടോപ്പിലത്തത് ഒരു റെസിസ്റ്റൻസ് ആവുകയും ഗ്യാപ്പിന്റെ ഡൗൺ സൈഡ് ഏതാണ്? ഗ്യാപ്പിന്റെ ഡൗൺ സൈഡ് ഒരു സപ്പോർട്ട് ആവുകയും ചെയ്യും. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ടാർഗറ്റ് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് സെക്കൻഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണടച്ച് ഫോർത്ത് ക്യാൻഡിൽ ഡൗണിലേക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം. ഇനി നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് അപ്പിനെയും ഗ്യാപ്പ് ഡൗണിനെ പറ്റി കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്യൂ. എനിക്ക് ടെലിഗ്രാമിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കൂ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം.
അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യൂ. പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. പെയ്ഡ് ആയിട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് മെയിൻ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും. നമുക്ക് ലൈവ് നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ക്യോടെക്സിന്റെ മാർക്കറ്റിലേക്ക് പോവാം. ഓക്കെ, വെയിറ്റ്. ഇതുണ്ടോ, ഇത് വലിയ മാർക്കറ്റ്, വലിയ എന്താ പറയാ സപ്പോർട്ടും എന്താ പറയാ വലിയ ഗ്യാപ്പും നമുക്ക് ഗ്യാപ്പും ഗ്യാപ്പ് ഡൗണും ഉള്ള മാർക്കറ്റ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചായിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഗ്യാപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരുന്നത്. ചിലപ്പോൾ നമ്മൾ കാരണം ഗ്യാപ്പും ഗ്യാപ്പ് ഡൗൺ ഏത് നിമിഷം വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതുണ്ട്, ഇത് ഗ്യാപ്പ് അപ്പ് ഉണ്ടോ, ഇതൊരു ഗ്യാപ്പ് അപ്പ് ആണ്. ഇതിപ്പോ ഇതിന്റെ ഡൗൺ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതിന്റെ ഡൗൺ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. വെയിറ്റ്, ഒരു ഹോറിസോണ്ടൽ ലൈൻ നമുക്ക് എടുക്കാം. ഹോറിസോണ്ടൽ ലൈൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. വലിയ ഗ്യാപ്പ് അപ്പ് ഒന്നും ഇല്ല, എന്തായാലും നമുക്ക് നോക്കാം. നോക്കാം, വെയിറ്റ്. ഓക്കെ, ഗ്യാപ്പ്, അത് ഗ്യാപ്പ് എന്നാലും വലിയ ഒരു സംഭവം. ഇത് ഗ്യാപ്പ് അപ്പ് ആണ്. ഈ ഗ്യാപ്പ് അപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതിപ്പോ വെച്ചാൽ മാർക്കറ്റിന്റെ ടാർഗറ്റ് ഏതാണ്? ഇതിപ്പോ മാർക്കറ്റിന്റെ ടാർഗറ്റ് ഏതാണ്? ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റിന്റെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ മാർക്കറ്റിന്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഇതാണ് മാർക്കറ്റിന്റെ ടാർഗറ്റ്. പ്രൈസ് ആക്ഷൻ വന്നിട്ട് 50.8875 ആണ് മാർക്കറ്റിന്റെ ടാർഗറ്റ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, പ്രൈസ് ആക്ഷൻ നമ്മൾ പഠിച്ചിരുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും. പ്രൈസ് ആക്ഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീൽഡിനകത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം. അതായത് അതായത് ഇപ്പൊ ഈ ടാർഗറ്റ് ഉണ്ടോ, ഈ ടാർഗറ്റിന്റെ താഴെ ഈ ടാർഗറ്റിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 80% നമുക്ക് ഡൗണിലേക്ക് മാർക്കറ്റ് 80% ചാൻസസ് ആയിരിക്കും. നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഞാൻ ഒരു 2 ട്രേഡ് എടുക്കുവാണ്. ഓക്കെ, 2 ട്രേഡ് എടുക്കുകയാണ് ഞാൻ. അതായത് നമ്മുടെ അടുത്ത മാർക്കറ്റിന്റെ ടാർഗറ്റ് അതായത് 50% മാർക്കറ്റ് അച്ചീവ് ചെയ്തു. അതായത് ഇതുണ്ടോ, ഈ മൂവ്മെന്റ് കണ്ടോ, 1, 2, 3 ക്യാൻഡിൽ. ഈ 3 ക്യാൻഡിലിന്റെ 50% സെല്ലേഴ്സ് എന്തറായി. സെല്ലേഴ്സ് അവരുടെ എന്താണ് കാണിച്ചത്? സെല്ലേഴ്സ് അവരുടെ പവർ കാണിച്ചു. സെല്ലേഴ്സ് അവരുടെ പവർ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, സ്മാൾ, മീഡിയം, എന്താണ് ഇത്, ബിഗ്. നമ്മുടെ ക്യാൻഡിലിന്റെ ഒരു ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചെറുത്, മീഡിയം, വലുത്. ഇതാണ് ക്യാൻഡിലിന്റെ ആ ഒരു സൈസ് ആയിരിക്കും. നമ്മൾ എത്ര ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞു, എക്സ്പെഷ്യലി ഒരു മൊമെന്റ് ഫോളോ അപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയായിരിക്കും ക്യാൻഡിൽസ് ഫോം ആവുക. ഓക്കെ, ഇതിപ്പോ കണ്ടോ, ഇത് ഈ ഗ്യാപ്പ് അപ്പിനെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതായത് ഫസ്റ്റ് ക്യാൻഡിലിന്റെ 50% ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തു, സെല്ലേഴ്സ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തു. സെക്കൻഡ് ക്യാൻഡിലിന്റെ 50% വീണ്ടും മാർക്കറ്റിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തു. ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫഷൻ എന്താണ്, നമ്മൾ പ്രിഫർ ചെയ്തേക്കുന്നത് എന്താണ്? അതായത് നമ്മളുടെ പ്രഡിക്ഷൻ പക്കയാണ്. 100% പ്രഡിക്ഷൻ ആണ്. 100% പ്രഡിക്ഷൻ നമ്മളുടെ പക്കയാണ്. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് 100% നിങ്ങൾ വിന്നായിരിക്കും. പിന്നെ ക്ഷമയെന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ക്ഷമയില്ലാതെ ഒരിക്കലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്ഷമയോടെ നിങ്ങൾ ട്രേഡ് ചെയ്യൂ. ഞാൻ പറയുന്ന രീതിയിൽ ക്ഷമയോടെ നിങ്ങൾ ട്രേഡ് ചെയ്യൂ. നിങ്ങൾ നമ്മുടെ വീഡിയോ, അതായത് നമ്മുടെ പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ ബൈനറിയുടെ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ഷുവർ ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളുടെ ടെലിഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ. പബ്ലിക് ഗ്രൂപ്പിനകത്ത് നമ്മൾ എപ്പോഴും എന്താ പറയാ, ഇതിനകത്ത് നമ്മൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മോർണിംഗിൽ സിഗ്നൽ ഉണ്ട്, 10 o'clock മോർണിംഗ് സിഗ്നൽ ഉണ്ട്, അതുപോലെ ആഫ്റ്റർനൂണിൽ സിഗ്നൽ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഈവനിങ് 9 മണിക്കും നമ്മൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ കൊണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാന്യമായ ഒരു ഏണിങ്സ് എടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഞാൻ വീഡിയോയ്ക്ക് മുമ്പേ പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഗ്യാപ് ഡൗൺ വന്നുണ്ടോ, വീഡിയോയിൽ ഗ്യാപ് ഡൗൺ വന്നുണ്ടോ? ഈ ഗ്യാപ് ഡൗൺ ആണ്. ഈ ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? ഈ ഗ്യാപ് ഡൗൺ എന്ന് വെച്ചാൽ ഈ ക്യാൻഡിലിന്റെ 50ഓളം അത് എന്താ പറയാ ആംഗിൾ ചെയ്ത്, അതായത് വിഴുങ്ങി. ഈ ഒരു ഫോമായ ക്യാൻഡിലിന്റെ പകുതിയോളം ഈ ക്യാൻഡിൽ വിഴുങ്ങി. അതായത് അത്രയും പ്രൈസ് ആക്ഷൻ ആണ് വേരിയേഷൻ വന്നത്. ഇങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പും ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതായത് നമ്മുടെ അനാലിസിസിന് എഗനിസ്റ്റ് ആയിരിക്കും വരിക. നമ്മളിപ്പോ അനാലിസിസ് ചെയ്തേക്കുന്ന ഒക്കെ ഡൗണിലേക്ക് വരണം. പക്ഷെ അതൊരിക്കലും ഡൗണിലേക്ക് വരണമെന്ന് 80% ചാൻസസ് കുറവാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. കൂടുതലായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് പിന്നെ വേറെ കാര്യം, ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കണമെന്നില്ല. ഞാൻ ട്രേഡിംഗ് പറഞ്ഞു പഠിപ്പിച്ചു തന്നാലും നിങ്ങൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ ഞാനിപ്പോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഒരു ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് ഇല്ലാത്തവർക്കൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിനെ ട്രേഡിംഗ് ആയിട്ട് തന്നെ കണക്കൂട്ടുകയും വേണം. ട്രേഡിംഗ് ആയിട്ട് കണക്കൂട്ടാത്തവർക്ക് ഒരിക്കലും ഒരു തൊഴിലാക്കി അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ട്രേഡിംഗ് ആയിട്ട് തന്നെ കണക്കൂട്ടുക. അല്ലാതെ ഒരിക്കലും ഇതൊരു എന്താ പറയാ ഗെയിം അല്ല, ഇതൊരു കളർ പാറ്റേൺ വെച്ചുള്ള ഒരു കളിയല്ല.
എല്ലാവരും വിചാരിക്കും എന്തോ ബൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പാറ്റേൺ വെച്ചുള്ള ഒരു കളിയാണ്. കളർ പാറ്റേൺ വെച്ച് കളിച്ചെന്ന് ട്രേഡ് ചെയ്താണെങ്കിൽ ഇതൊരിക്കലും ഗാംബ്ലിംഗ് അല്ല. ഗാംബ്ലിംഗ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാത്തവരാണ് സംഭവം. അതായത് മാർക്കറ്റിന്റെ സ്ട്രക്ചർ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം. അതാ ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ഹൈ. മാർക്കറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. മാർക്കറ്റ് ഓരോ രീതിയിൽ മാർക്കറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. ഈ മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂ. മാർക്കറ്റ് എങ്ങനെയാണ് സ്ട്രക്ചർ എങ്ങനെ പോയിക്കുന്നത്? ഹൈ ലോ ഹൈ ലോ, ഇങ്ങനെയാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഈ മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് ട്രേഡിംഗ് പഠിച്ചവർക്ക് മാത്രമേ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ട്രേഡിങ്ങിന് ഇതിനകത്ത് കളർ പാറ്റേൺ എന്നൊക്കെ ആരാ പറയുന്നത്? ഇത് ഗെയിം ആണെന്ന് ആരാണ് പറയുന്നത്? ഗെയിം ആണെന്ന് പറയുന്നവർക്ക് സത്യം പറഞ്ഞാൽ വിവരമില്ലാത്തവരല്ലേ ഗെയിം ആണെന്ന് പറയുന്നത്. ഇതൊരിക്കലും ഗെയിം അല്ല. നിങ്ങൾ ട്രേഡിംഗ് പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രേഡ് എടുക്കൂ. നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ ഇതിപ്പം അവർ പറഞ്ഞ് ശരിയായിരിക്കും, പഠിക്കാതെ ഇതിനകത്തൊക്കെ വന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ഗാംബ്ലിംഗ് ആണ് സംഭവം. ഓക്കെ, മേലോട്ടിട്ട് താഴോട്ടിട്ട് താഴോട്ടിട്ട് അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഗാംബ്ലിംഗ് ആയിരിക്കും. പക്ഷെ പഠിച്ച് ചെയ്യുന്നവർക്ക് ഇത് ഒരിക്കലും ഒരു ഗാംബ്ലിംഗ് അല്ല. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ചാനൽ മുഖാന്തരം ഇപ്പം ഒത്തിരി ആൾക്കാർ ട്രേഡിംഗ് പഠിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മളുടെ സിഗ്നൽ വെച്ച് അത്യാവശ്യം $5, $2, $10 ഒക്കെ ഏൺ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. അതായത് നമ്മളുടെ യൂട്യൂബ് ചാനലിനകത്ത് എന്താ പറയുക, നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പം അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഇറക്കാൻ പോകുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ, അതായത് പെയ്ഡ് അല്ലാത്ത ക്രാഷ് കോഴ്സിന്റെ അത്യാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് തന്നെ ഏകദേശം ഒരു 10-25 വീഡിയോസ് ഉണ്ടാവും. അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു $2, $5, $10 ഒക്കെ നിങ്ങൾക്ക് ക്യാപിറ്റലിന്റെ ബേസിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുവാണ്, ഐ ആം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. എന്റെ ചാനലിൽ നിന്ന് വരുന്ന വീഡിയോസ് എല്ലാം എന്ന് വെച്ചാൽ എല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാതെ ബാക്കിയുള്ള തീരുമാനങ്ങളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങൾ റിയൽ മാർക്കറ്റിനകത്ത് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അത്രയും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടി ഇരുന്ന് ട്രേഡ് എടുക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളും ശരിക്കും മനസ്സിലാകുക. അപ്പം ഞാൻ വീണ്ടും പറയുവാണ്, പുതിയതായിട്ട് കാണുന്നവർ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.